എല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ വരയിലൂടെ ഒരു യാത്ര പാർട്ട് 2ലേക്ക് സ്വാഗതം. പിള്ളേർ പൊളിയാണ് മക്കളെ, എവിടത്തെ സ്പീഡിലാണ് ചവിട്ട്. മെയിൻ ഹൈവേ എന്നൊക്കെ തിരിഞ്ഞ് കൊടകരയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി വന്ന് അതിരപ്പള്ളി റോഡിലോട്ട് കയറുകയാണ്. അപ്പോൾ മച്ചാനെ നമ്മൾ അതിരപ്പള്ളി റൂട്ടിൽ കയറിയിട്ട് പരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പള്ളി കണ്ടപ്പോൾ അവിടെ നിർത്തിയാണ്. ഭക്ഷണം കഴിക്കണം. ഏതായാലും ഹൈവേൻ്റെ സൈഡിലുള്ള ഹോട്ടലൊന്നും കയറിയിട്ട് കഴിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഇത്തിരി എന്താ പറയുക, ആൾത്തിരക്കില്ലാത്ത ചെറിയ വല്ല കടയുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ ഫുഡൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മെയിൻ റോഡിൽ വലിയ കടകളിലൊന്നും കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ അകത്തോട്ട് പോകുന്ന ചെറിയ ചെറിയ കടകളുണ്ടാകും, അതിലൊക്കെ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ നല്ല ഫുഡും കിട്ടും. അപ്പോൾ ഏതായാലും നേരെ പോവാം. എന്തായാലും ഡ്രീം വേൾഡ് പാർക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കി അടച്ചു കൂട്ടി കിടക്കുന്നു. ഉള്ളത് സിൽവർ സ്റ്റോമിൻ്റെ മുന്നിലാണ്. ഇത് ഓപ്പണാണ്. നമ്മുടെ കൂടെ ഒരു അവിടെ നിന്നൊരു ലിഫ്റ്റ് വെച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നൊരു ഡ്രൈവർ ബാക്കിലുണ്ടാകും. അപ്പോൾ കൂടി പറഞ്ഞാണ് ഇത് ഓപ്പണാണ്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഓപ്പണാണ്. വയറ് നല്ലപോലെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അടുത്തുള്ള ഇനി കാണുന്ന കടയിൽ ഇതേ കയറുകയാണ്. അപ്പോൾ എന്താ ഓർഡർ ചെയ്യുന്നത് നോക്കിയപ്പോൾ 2 ചപ്പാത്തി മുട്ടക്കറിയും ഓർഡറാക്കി. കുഴപ്പമില്ല, അതങ്ങ് കഴിച്ചിട്ട് നേരെ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിരപ്പള്ളി എത്തിയിട്ട് നമുക്കിപ്പോൾ പാസ് എടുക്കണം. ഇപ്പോൾ പാസ് എടുത്തു 50 രൂപയാണ് ഒരാളെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് 50 രൂപ. അപ്പോൾ ബൈക്ക് നമുക്കിവിടെ ഒന്ന് സൈഡാക്കിയിട്ട് വെച്ചിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ പാസ്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് നേരെ അകത്തോട്ട് കയറി. തിരക്ക് നല്ലപോലെ കുറവാണ്, ആരുമില്ല അധികം. കുറേ പേരുണ്ട്, കുറച്ച് കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബൈക്കുകളുമുണ്ട്. ഇവരിത് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ട് അധികമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞായറാഴ്ച അല്ലല്ലോ, ഒഴിവ് ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ആളുകൾ ഒരുപാട് പേരുണ്ടാവും. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട്, കൂളിംഗ് ഉണ്ട്. അതിപ്പോൾ അവിടെ നിന്ന് നമ്മൾ പരിയാരം അവിടെ കഴിഞ്ഞ് കുറേ കണ്ട് വന്നപ്പോൾ തുടങ്ങി തണുപ്പ് നല്ലതുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഒരു തൂക്കുപാലമുണ്ട് ഇരുമ്പിൻ്റെ, ഇതിവിടുന്ന് കുറച്ചുകൂടി പോകണം. വരുമ്പോൾ കയറിയില്ല. ഇപ്പോൾ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ചേട്ടൻ നമ്മുടെ സിൽവർ സ്റ്റോമിൽ വർക്ക് ചെയ്യുന്നത്, പുള്ളി ബൈക്ക് കേടായിട്ട് എൻ്റെ വണ്ടിക്ക് ലിഫ്റ്റ് കാണിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് സിൽവർ സ്റ്റോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമാണ്. അപ്പോൾ ഡ്രീം വേൾഡ് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ ഓൺ പറഞ്ഞാൽ ഉള്ളതൊക്കെ, എന്നാൽ മാത്രം അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ നിൽക്കരുത്. ലൈക്കും കമൻറ്റും പകുതിയാകുമ്പോൾ തന്നെ ചെയ്യുക. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, വരയിലൂടെ യാത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു പോർട്രേറ്റ് വരച്ചത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 2-3 വർക്ക് കംപ്ലീറ്റ് ആയത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം യാത്രയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമ്മീഷൻ വർക്ക്, ഇപ്പോൾ ആനിവേഴ്സറി, അതുപോലെ തന്നെ ബർത്ത്ഡേ, മാരേജ് ഫങ്ഷൻ, ഹൗസ് വാമിങ്, അതിനൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ, ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക. ഒരു കൂസലുമില്ലാണ്ട് ഇരിക്കുന്ന ഒരാളെ കാണിച്ചു തരാം. മച്ചാമര നല്ല ഒന്നാം തരം വ്യൂ ആണ്. അത്യാവശ്യത്തിന് നല്ലോണം വെള്ളമുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിന് കുറച്ചപ്പുറം ബാക്കിൽ കൂടി ഒന്ന് നടക്കാനുണ്ട്. ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഓപ്പൺ ആക്കിയിട്ട് കുറേ ദിവസമായി അമ്മച്ചി? 1 മാസമൊക്കെ? സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ വരയിലൂടെ യാത്ര പാർട്ട് 3. എല്ലാവരും കാത്തിരിക്കുക, ഉടൻ തന്നെ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.